ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ വിചാരിക്കുന്നത് Q&A ചെയ്യണം എന്ന്. അപ്പോൾ നമുക്ക് ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് മുറ്റത്തുനിന്ന് എടുക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ ഹാളിലാണെങ്കിൽ ഹാളിൽ പറ്റൂല. ഹാളിൽ നമുക്ക് ഇത് ബെഞ്ചൊന്നും ഇടാൻ സ്ഥലമല്ല. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അല്ലാതെ നമ്മൾ ഇവിടെ ഇടുക തന്നെ. അപ്പോൾ നമുക്ക് എന്താ നല്ല രീതിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലാണ് നമ്മൾ അവിടെ ഇരുത്തിക്കണേ. മമ്മി അവിടെ ഇരിക്കണുണ്ട്. നമുക്ക് ഇന്ന് എന്തായാലും തുടങ്ങാം. പുറത്ത് നല്ല മഴ ഇറക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഉള്ളിലേക്കാക്കി. ഇപ്പോൾ ഏകദേശം ടൈം 4 മണി 5 മണി അത്ര ആയിട്ടുള്ളൂ. പക്ഷെ അപ്പത്തിന് നല്ല ഇരുട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നും നോക്കാനില്ല. ഇവിടെ നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മ തുടങ്ങല്ലേ? ആ, എന്നാൽ നമുക്ക് ക്യാമറ വെക്ക് തുടങ്ങാം. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ അത് വെച്ചിക്കണേ. നമ്മ തുടങ്ങല്ലേ? പരിപാടി തുടങ്ങല്ലേ? പിന്നെ ഉമ്മ തണുക്കണിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിക്കണ്. മഴക്കാലം വന്നപ്പോ കാലുമ്മ സോക്സ് എല്ലാം തിരിക്കാണ്. ഞാൻ സാധാ ഡ്രസ്സാണ്. എന്താ രണ്ട് സൈസാണ്. കളറ് മാത്രമേ സെയിം. എന്നാ അമ്മ വേഗം ഇനിയിപ്പോ കറണ്ട് പോണതിന് മുമ്പ് വേഗം ഗൈസ് Q&A ഇവിടെ തുടങ്ങുകയാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇമ്മ വായിച്ച. ഒന്നാമത്തത്, ട്രിപ്പ് വീഡിയോസ് വീണ്ടും ഇടുമോ? അതായത് ഓല് ചോദിച്ചത് നമ്മളിങ്ങനെ കറങ്ങാൻ പോയില്ലേ, നമ്മൾ ഇന്നാള് വയനാട് പോയില്ലേ, അതേപോലത്തെ വീഡിയോസുകൾ ഇനി ഇടുമെന്നാണ് ഓല് ചോദിക്കുന്നത്. അതായത് നമ്മൾ കറങ്ങാൻ പോണ വീഡിയോസുകളൊക്കെ ഇടുമോന്ന്. ഇടൂലേ? അതിന് മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് രണ്ട് വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി ഇല്ല, മഴയാണ്, പുറത്ത് കറങ്ങാൻ നിവർത്തില്ല. മഴക്കാലൊക്കെ ഒന്ന് കഴിയട്ടെ. പിന്നെ നമുക്കൊരു വണ്ടി വേണം. വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാർ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ഞങ്ങൾക്ക് ഓടിക്കാൻ അറിയില്ല. കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലത്തെ വീഡിയോ എടുക്കണേണ്. അപ്പൊ നമുക്ക് അതൊരു ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാവരുടെയും ഏജ് പറയുമോ? എല്ലാവരുടെയും വയസ്സ് പറയാം. 68 വയസ്സ്. 68 വയസ്സ്. ആര് പറഞ്ഞു? അത് ഉമ്മ പറഞ്ഞു. ഉമ്മമാന്റെ വയസ്സിന്റെ കാര്യം ഞങ്ങൾ പ്രത്യേകം പറയുന്നേ. കാരണം അനു പറ. അനുവിന്റെ 22 വയസ്സ്. 22. ഉമ്മമാന്റെ ഇടക്കട്ടെ. ഉമ്മാന്റെ 45. ഉള്ളത് പറയണേ. ഇവനത് പെൻഷൻ കിട്ടാൻ 50 വയസ്സായിട്ടില്ലേ? പെൻഷൻ വരെ കിട്ടൂല. എനിക്ക് 45 വയസ്സ്. 45 വയസ്സ്. ഉമ്മാക്ക് 45 വയസ്സ്. എനിക്ക് 24 വയസ്സ്. ഇനി ഇമ്മമാന്റെ വയസ്സിന്റെ കാര്യം പറഞ്ഞുതരാം. ഉമ്മമാന്റെ വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമ്മമ്മ ജനിച്ചതിന് ഒന്നുമില്ലല്ലോ. അന്നത്തെ കാലം ഉമ്മാന്റെ ഒപ്പല്ല ആൾക്കാരൊക്കെ എത്ര വയസ്സാണ്? അപ്പൊ ഉമ്മാക്ക് അല്ല. എന്നോട് നാളെ ഒരാൾ പറഞ്ഞു ഉമ്മമാന്റെ വയസ്സ് അത്രക്കല്ല, കാരണം 37 പറ്റി ജനിച്ചെന്ന് പറഞ്ഞത്. 37 ഒരു ഇതിലാണ്. ഉമ്മമാന്റെ വയസ്സ് അതല്ലാന്ന്. അപ്പൊ നമുക്ക് ഉമ്മമാന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് കറക്റ്റ് നമ്മളൊരു ദിവസം നമുക്ക് അറിയില്ല. അതന്നെ. അപ്പൊ നമുക്ക് ഡേറ്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് ഫിക്സ് ആക്കണം. എല്ലാരും പാടെ ഒത്തുകൂടിയിട്ട്, അതായത് ആപ്പന്മാര് എല്ലാരും ഒത്തുകൂടിയിട്ട് ഉമ്മമാരുടെ ബർത്ത്ഡേ നമ്മൾ ഡേറ്റ് നമുക്ക് വെക്കാം. എന്നിട്ട് ആ ഡേറ്റിലാണ് ഉമ്മമാരുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാം. ആയിക്കോട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ മൂന്നാമത്തെ, നിങ്ങൾ എത്ര കാലമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്? ചാനല് തുടങ്ങിയിട്ട് പറയാനായിട്ട് ഏകദേശം ഒരു 5 വർഷത്തിനടുത്ത് ചാനല് തുടങ്ങിയിട്ട്. നിങ്ങൾ രണ്ടാളും? അതെ, ചാനല് തുടങ്ങിയിട്ട്. പിന്നെ ഫസ്റ്റത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഉപ്പനും കൂടി വീഡിയോസ് ഇടുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാലൊക്കെ നിർത്തി വെച്ചു. 2-3 കൊല്ലത്ത് നിർത്തി വെച്ചു. പിന്നെയും തുടങ്ങിയതാണിത്. ഏകദേശം ഒരു 4-5 വർഷം. 4-5 വർഷം ആയിക്കണ്. പക്ഷേങ്കില് അന്ന് ഞങ്ങൾ രണ്ടാളും മാത്രമാണ് വീഡിയോസ് ഇട്ടോടുന്നത്. പിന്നെ ആ ഒരു 2000-3000 ആൾക്കാരാണ് മാക്സിമം കണ്ടോടുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് എത്ര മാസമായി? 6 മാസമൊക്കെ നമ്മള് വയനാട്ടിലൊക്കെ പോക്ക് തുടങ്ങി. അവിടുന്ന് കേട്ടാണല്ലോ തുടങ്ങി. ഇപ്പൊ ഫാമിലി വെച്ച് ഞങ്ങൾ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസത്തിന്റെ അടുത്തായി. 6 മാസം 7 മാസത്തെ ആയി. അടുത്തത് നാലാമത്തെ ചോദ്യം, നിങ്ങൾക്ക് സപ്പോർട്ടായി ആരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഒന്ന് നോക്കി അങ്ങോട്ട് ചെയ്തിറങ്ങിയ നമ്മള് ഈ ചെയ്യണത് ആർക്കും അറിയില്ല കേട്ടോ. പിന്നെ ആക്കം പോലെ അറിയല്ലോ. നമ്മളെ പ്രായത്തില് നാട്ടിലത്തെ ചെറിയ ചെക്കന്മാര്, നമ്മളെ പ്രായമുള്ള ചെക്കന്മാരൊക്കെ ആയിക്കോളൂ. കാരണം എന്തെങ്കിലും തൈക്കളാണ്ട് അങ്ങനത്തെ ചെക്കന്മാരൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നാണ്. ഏത് ചെക്കന്മാര്? എടാ ഇന്നോപ്പലെ പ്രായം ഇഞ്ചൊന്ന് ആലോചിക്കുക. അന്ന് നമ്മളാ തുടക്കം യൂട്യൂബ് ചാനൽ പ്രാങ്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെ ഉണ്ടായി? നാട്ടുകാരെ ആട്ടിയൊക്കെ ഓർമ്മല്ലേ? അത് മറ്റേത് നമ്മള് ഫാമിലി വെച്ചിട്ട് അങ്ങനെ ആരും കണ്ടിട്ടില്ല തോന്നുന്നുണ്ട് എനിക്ക്. ഏത് ഉമ്മാനിമാനൊക്കെ വെച്ചിട്ട്. അതുപോലെ എല്ലാരും പുതിയ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് ഞങ്ങൾ വീഡിയോ ഇടലെന്ന. പിന്നെ മനസ്സിലായത് യൂട്യൂബ് ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ആക്കം പോലെ ഇങ്ങനെ മനസ്സിലായി വന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്? കേസറൊക്കെ ഉണ്ടായിക്കണേ. അതായത് അത് ഉമ്മക്ക് മനസ്സിലായോ എന്താന്ന് ചോദ്യം? അതായത് ഈ
ചോദ്യം മനസ്സിലായിട്ടില്ല ശരി തുടങ്ങിയിരിക്കണേ. അതായത് നമ്മളിപ്പോ ഈ ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കണേ, എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിക്കണേന്ന്. ഇവിടെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ സെറ്റ് ആവാൻ വേണ്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട്? നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ പരാതിയൊക്കെ പറയത് വേണ്ട. അല്ല ഫസ്റ്റ് നമ്മള് കോയിനെ വാങ്ങാൻ പോയി സ്റ്റേഷനിൽ പോയത്. കൊറോണ കാലത്ത് കോയിനെ അതെ ഞാൻ പറയാം കൂട്ടാൻ വെക്കാനൊന്നുമില്ല മക്കളെ, നിങ്ങൾ എന്തേലും പോയി വാങ്ങിക്കൊണ്ടിരിഞ്ഞ് ഞാൻ നിങ്ങൾ പോയി, നിങ്ങൾ രണ്ടാളും ഒരു വണ്ടിമേ രണ്ടാൾക്ക് പോകാൻ പാടില്ലാത്ത അറിയില്ല. ഞാൻ ചോറും വെച്ചാണ് കുത്തിരിക്ക ഒരു സാധനം കൂട്ടാൻ വെക്കാനില്ലായിരുന്നു. 3 മണിയായപ്പണ്ട് വിളിച്ചിന്, ഇമ്മ ഞങ്ങൾ സ്റ്റേഷനിലാണ്, എന്താ കാട്ട് ഒന്നും ലോക്ക്ഡൌൺ തന്നെയല്ലേ ടൈമാണ്. അതില് പിന്നെ അന്ന് സീനായി. പുതിയൊരു വണ്ടിയായി ഞാൻ സ്റ്റേഷനിൽ ഒരു 15 ദിവസം അവിടെ കടന്നു. അതിന്റെ പണി കഴിഞ്ഞ വണ്ടിന്റെ കേസുകൾ കുറച്ചുണ്ടായിന്. അത് പിന്നെ നാട്ടില് പ്രാങ്ക് ചെയ്തിട്ട് അത് സീനായി, ഒരു കേസ് കൊടുത്തു. അങ്ങനെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ആൾക്കാരും നല്ല, ചില നമ്മുടെ നാട്ടിൽ തന്നെയാണ് ചില ആൾക്കാർ കാണുമ്പോ പറയും ഇത് നല്ലല്ലോ, ഇത് വീഡിയോ ആണ് ചില ആൾക്കാരൊക്കെ ഞാൻ കാണുമ്പോ കാണല് ഇപ്പല്ലേ ഇപ്പൊ എല്ലാരും നമ്മള് കാണലുണ്ട്. ഇപ്പൊ എല്ലാരും അടിപൊളിയാന്നൊക്കെ പറയുന്നത്. പക്ഷെ തുടങ്ങുമ്പോ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ നെഗറ്റീവ് ഉണ്ടാവും. തുടങ്ങുമ്പോ ഇത് എന്തിനാ അങ്ങനെ ഇല്ലേ, നമുക്ക് പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ 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 ആരെങ്കിലും ഒക്കെ ഇങ്ങനെ നല്ല ഇങ്ങനെ പറഞ്ഞോണ്ട് വരും എന്ന് തോന്നുന്നുണ്ട് അല്ലേ. നമ്മളെ കാണുമ്പോ എല്ലാരും ചിരിക്കണുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അത്. കാരണം നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ആവില്ലല്ലോ. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ജോബ് ഉണ്ടോ? ജോബിന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഉള്ളത് പ്രൊമോഷൻ വർക്കാണ്. അതായത് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ ഒരു പ്രൊമോഷന്റെ ഇത് പറയും, നമ്മൾ ആ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ഷോപ്പിന്റെ അവിടെ ഡ്രസ്സിന്റെ ഷോപ്പാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിനെ കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കിയാണ്ട് അതിന്റെ പ്രൊമോഷൻ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതാണ് ഇപ്പൊ എല്ലാം നമ്മളെ വരുമാന മാർഗം. പിന്നെ യൂട്യൂബിന്റെ ചെറുതും നമ്മള് പിന്നെ ഇത് മറ്റേ വല്ല ടൈലും പണി അങ്ങനെ കൂട്ടുകാരന്മാര് കിട്ടലുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ പിന്നാലെ അങ്ങനെ പോകും. 7ാമത്തെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? അതായത് ഉമ്മ നമ്മളെ ഭാവി പരിപാടി ഇനി നമുക്ക് വരാൻ പോണ കാലല്ലേ. അപ്പൊ നമ്മളെ പരിപാടി എന്താണ്, നമ്മളെ പ്ലാനിങ് എന്തൊക്കെയാണ് ആഗ്രഹം, എന്തൊക്കെയാണ് ഇതാവേണ്ടതെന്ന് പറഞ്ഞു. ആഗ്രഹം എന്ന് പറഞ്ഞാല് ഫ്യൂച്ചർ പ്ലാൻസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഉമ്മമാന്റെ മൈൻഡിൽ ഉമ്മമാക്ക് എങ്ങനെ നടക്കണം എന്നാണ് ആഗ്രഹം? നമുക്കൊരു പട്ടിണി പാടൊന്നുമില്ല, നല്ല നിലയിൽ കൂടെ നടക്കണ ഒരു പേര ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം. നിങ്ങൾ ഓരോ കല്യാണമൊക്കെ കഴിച്ച് നിങ്ങൾക്കത് കാണാനും നമുക്ക് നല്ലൊരു പൂതിയുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാ, നമുക്ക് സാധാ പോലെ ഒരു ചെറിയ പേരെങ്കിൽ ചെറിയ പേര, പിന്നെ ഒരു വണ്ടി വണ്ടി ആവശ്യമാണ്. എന്താ വെച്ചാ ഇവിടെ ഒരു വണ്ടിയിലെ പൊട്ട വണ്ടിയാണ്, 4 വട്ടം നന്നാക്കണം 1 വട്ടം പോണെങ്കിൽ. ഇപ്പൊ എന്താണ് ഇനിയിപ്പോ നമ്മളെ പ്ലാനിങ്ങൾ എന്തൊക്കെയാണ്, ഇനി എന്താ എങ്ങനെയാണ് ലൈഫ്? അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഓണത്തിനാണ് പോവാണ്. എവിടെ പോയി എത്തുന്നിടത്ത് കൂടെ പോവുക, അത്രേ ഉള്ളൂ. അതാണ് വല്യമാരുടെ പ്ലാനിങ്, അതാണ് അതേ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ പ്രാങ്ക് വീഡിയോ ചെയ്യുമോ? ഒരു വട്ടം പ്രാങ്ക് ചെയ്തതിന്റെ ഇതുവരെ മാറിയിട്ടില്ല. ഫുള്ള് ആൾക്കാർ കമന്റ് ബോക്സിൽ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ചാണ്ട് വലിയ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾ വീഡിയോസ് കാണാനല്ലാണ്ട് ഇതാക്കി സംഭവം നമ്മളൊരു സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിയാം. ഉമ്മമാനതാക്കിയത് ആൾക്കാർക്ക് പറ്റിയില്ല. ഞാൻ ഓർക്കാപ്പുറത്ത് എന്താ വേണ്ടി അത് ഓർക്കാപ്പുറത്ത് ചെയ്തോണ്ടാണ് അത്രക്ക് ക്ലിയർ ആയത്. അല്ലാതെ ഉമ്മമ്മ അത് പിന്നെ മക്കളെ എന്ന് പറഞ്ഞ് ഉമ്മമ്മ തുടങ്ങും. സംഭവം ക്ലിക്കായി, പക്ഷെ ചീത്ത കുറെ കേട്ട് പ്രാങ്കളിഞ്ഞുണ്ടാവും. അത് സാരില്ല, ഉമ്മമ്മക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അത് സാരില്ല, പ്രാങ്ക് നമ്മൾ ഇനി ചെയ്യണേ കാരണം രണ്ടാൾക്കും അറിയില്ല പ്ലാൻ എന്താ വരിക. നമുക്ക് മനസ്സിലായല്ലോ. മനസ്സിലാക്കി രീതി മാറ്റിക്കോളി, രീതി മാറ്റിക്കോളി. എന്തായിട്ടില്ല. നിങ്ങൾ എന്തേലൊക്കെ മാറ്റിക്കോളി. അച്ഛ അങ്ങനെ ഞാൻ കരുതൂല എന്ന് പറയാം. പ്രാങ്ക് ആണെന്ന് മനസ്സിലാകൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻസ്, വീട് പണി എന്തായി? പറഞ്ഞതാണ്, അത് കാണാപ്പാടയിക്കണ്. വീട് പണി എന്തായി? വീട് പണി പറഞ്ഞു കഴിഞ്ഞാ വീട് കിടക്കുന്നുണ്ട്. പണി എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമുക്കറിയില്ല. എന്തായില്ലേ പണി എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വാർക്കണം. വാർക്കാന് മെയിൻ പ്രശ്നമായ ലൈനാണ്. ആർക്ക് ലൈന്?
പോസ്റ്റ് പോസ്റ്റിന്റെ കരണ്ട് കമ്പി. അപ്പൊ അതിനെ നടക്കുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അത് വേണേ നമ്മളിനി കുറച്ചും കൂടി അരുവക്ക് നീക്കാം. നമ്മളെ സൈഡിൽ വെച്ചങ്ങാണ്ട് അതിന്റെ കാര്യം പറയുമ്പോ തന്നെ ആളെ ചടക്കണുണ്ട്. ചടക്കാണ്. അപ്പൊ അവിടെ ചടപ്പിന് പോകണ്ട. വാർക്കണം എന്നുണ്ടെങ്കിൽ അതിമ കേറി നിന്നിട്ട് വാർക്കണം എന്നുണ്ടെങ്കിൽ കേറി നിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഐറ്റിലാണ് പോസ്റ്റ് എടുക്കണേ. ഒരാൾക്ക് കേറി നിന്നിട്ട് വാർക്കണം എന്നുണ്ടെങ്കിൽ എങ്ങാനും അറിയാതെ എങ്ങനെ തട്ടിയാണ് എന്തെങ്കിലും പണി കഴിഞ്ഞ് ഞാൻ മൂഞ്ചും. അപ്പൊ മൂഞ്ചിനതല്ല, അത് നമ്മളെ തലയിലാവും. അതന്നെ പറഞ്ഞ മൂഞ്ചുന്ന്. പണിക്കാര് പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോണ്ട് അതുപോലെ നമുക്ക് സമ്മതമല്ല. പക്ഷേങ്കിൽ അത് ഓലിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഓല് അത് പിന്നെ നമ്മളെ തലയിലാവും. അത് അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ വെച്ച് അതങ്ങനെ വെച്ചിക്കാണ്. റെഡി ആയതിന് ഇനിയിപ്പോ പാർട്ടിയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇത് കൂടെ കയറി ഇറങ്ങുന്നുണ്ടായില്ലോ. അപ്പൊ എല്ലാവരോടും പറഞ്ഞിട്ടില്ല നമ്മള് വരേണ്ട കാര്യം. എന്തെങ്കിലും വഴി ഉണ്ടാവുക. എന്തെങ്കിലും വഴി ഉണ്ടാക്കി തന്നാ മതി. അടുത്ത ക്വസ്റ്റ്യന് നെഗറ്റീവ് കമന്റ്സ് എങ്ങനെ റിയാക്ട് ചെയ്തത്? നെഗറ്റീവ് കമന്റ്സ് പറയുന്നത് കുറച്ചല്ല, അത്യാവശ്യത്തിന് നെഗറ്റീവ് കമന്റ്സ് ആണ് ഉണ്ടായിന് ആദ്യമൊക്കെ. അതൊക്കെ പിന്നെ ആ ഒരു ഓളത്തിൽ അങ്ങനെ വിട്ടു. അതായത് നെഗറ്റീവ് കമന്റ്സ് പറയാനായിട്ട് കുറെ ആൾക്കാരുണ്ടാവും. അതൊക്കെ ഒരു ടൈം വരുള്ളൂ. ഇന്ന് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നാളെ ഭയങ്കര ധീകാരം, പിറ്റേ ദിവസം പിന്നെ ഭയങ്കര നെഗറ്റീവ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറ്റം എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും നെഗറ്റീവ്. അതാണ് നോക്കിയിട്ട് കാര്യമല്ല. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കറണ്ട് ഒന്ന് പോയി, ഒരു മിനിറ്റ് ഗൈസ്. കറണ്ട് വന്നു. കറണ്ട് കൊടുക്കാൻ മാമ പോയിന്. കരണ്ട് വെള്ളം കുടിച്ചാൻ പോയി. കറണ്ട് വെള്ളം കുടിച്ചാൻ പോയി. മഴയല്ലേ, അപ്പൊ പിന്നെ വെള്ളത്തിന് കഴിക്കൂല. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അവിടെ കറണ്ട് പോവും വരും, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ഇപ്പൊ ഏതാണ് ഇപ്പൊ നമ്മൾ നെഗറ്റീവ് കമന്റ്സ് എങ്ങനെ ക്വസ്റ്റ്യൻ. മഴ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? സേഫ് അല്ലേ? ഉമ്മമാരോട് മഴയായോണ്ട് നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചാലുണ്ട്. പുറത്ത് കിടക്കാൻ വെച്ചാൽ പെര പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടൊക്കെ ലെവലാക്കി നിർത്തിയിരിക്കണ്. അത് മാത്രമാണോ ബുദ്ധിമുട്ട്? അതല്ല, പുറത്ത് പെയ്യാണെങ്കിൽ ഒരു മരമാവേദിയിൽ പെയ്യാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് കുടത്തിൽ ഒന്നായിട്ടൊരു കൗത്താണ്. ഇതുവരെ ഞങ്ങൾക്ക് മഴ പെയ്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോണ്. ചോർച്ച എന്ന് പറഞ്ഞാൽ ഈ വീതന ഞങ്ങളിപ്പോ നിക്കണ ഭാഗം കുറച്ച് ചോർച്ച ഉണ്ടായിനി. അത് എന്തൊക്കെ ആക്കി ശരിയാക്കി. അത് ഞങ്ങള് എന്താ പറയാ, പണ്ട് തൊട്ടേ ഉള്ള സംഭവമാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാല് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മളെ വഴിയാണ്. അതാണ് മെയിൻ ആയിട്ട്. ചവിട്ടിയാ മതി, റോഡ് കാലെത്തുട്ടോ, പെട്ടെന്ന് എത്തും. അതായത് പേരന്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോ, നമ്മളെ വീഡിയോസ് ഒക്കെ കാണാൻ എല്ലാവർക്കും അറിയാം. ഇങ്ങനെ കുത്തനെ ഇറക്കാണ്. അത് കോൺക്രീറ്റ് ഇട്ട ടൈം നല്ല ചേരിക്ക് ഇങ്ങനെ വരച്ചു കിടുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. ഇനി അത് വെറുതെ ഇങ്ങനെ എന്തൊക്കെ കാട്ടി വിട്ട്. അതെന്തറിയോ, പിന്നെ കൊറേ കാലം കഴിഞ്ഞില്ലേ മഴ പെയ്ത് അങ്ങനെ ആ ഭാഗത്തൂടെ മഞ്ഞ കളറായിട്ട് ഇപ്പൊ വൗക്കുണ്ട്. അതിന്റെ പാടും കുറിയൊക്കെ പോയ കൊല്ലങ്ങളായില്ലേ. അപ്പൊ പിന്നെ അങ്ങനെ ചവിട്ടി വണ്ടിയൊക്കെ കയറിയിട്ട് എല്ലാത്തിനും കുഴപ്പമാണ്. നടക്കാൻ പാടില്ല. പിന്നെ ഇത് വാങ്ങിങ്ങാണ്ട് ഇടണം, അല്ലെ ഇപ്പൊ നടക്കാൻ പറ്റൂല. മഴപ്പൊടി വാങ്ങിയിട്ട് അവിടെ നമുക്ക് ഇടണം. അതാണ് ഒരു പ്രശ്നം. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസുകൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മഴയായോണ്ട് നല്ല മഴയാണ്. അതല്ല മെയിൻ പ്രശ്നം എന്തായാലും കറണ്ടാണ്. വേറെ എന്ത് നമുക്ക് കറണ്ട് പോയി നിൽക്കുന്നോണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല, വീഡിയോ എടുക്കാൻ പറ്റില്ല. പെരന്റെ പുറത്തുനിന്ന് വീഡിയോ എടുക്കണം വിചാരിച്ചു. പുള്ളിക്ക് അതായത് മഴന്റെ സീനുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഉമ്മാന്റെ മാരേജ് സ്റ്റോറി പറയും. പറഞ്ഞോടുക്കി നല്ല ഇതിൽ ഉമ്മ പറയാതെ ഉമ്മ പറയോ. പൂച്ചാളോടെ കളിച്ചിട്ടോ. ഇമ്മാന്റെ കല്യാണം എങ്ങനെയാണ് നടത്തി കൊടുത്തത് നടന്നത് ഞാൻ പറഞ്ഞത്. ഒരാള് പറയട്ടോ. കല്യാണമൊക്കെ നല്ല രീതിയിൽ കൂടെ തന്നെ കഴിഞ്ഞു. ഓ പിന്നെ മോശമായിപ്പോ നമ്മളെന്താ കാട്ടുന്നത്? കല്യാണമൊക്കെ നല്ല നിലയിൽ കൂടെ തന്നെ കഴിഞ്ഞു പോയത്. ഒരു വന്ന് കണ്ടു, ഇവിടുന്ന് അവിടെ പോയി കണ്ടു. അങ്ങനെ നമ്മളെ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇതിന്റെ ബാക്കി കിടക്കാണ്. എവിടെ നമ്മൾ പറഞ്ഞെടുത്ത കല്യാണ കഥ, കല്യാണ കഥ ആരുടെ കല്യാണം എന്താ, മൈസൂർക്കാര് കല്യാണം വന്നു. അങ്ങനെ പോയി കണ്ടു. അപ്പൊ കുഴപ്പമൊന്നുമില്ല. 3 ആണും 2 പെണ്ണും, പാപ്പി ഉമ്മേ. ആര് പറഞ്ഞു 2 പെണ്ണ്? 3 പെണ്ണല്ലേ, 4 ആണല്ലേ. അപ്പൊ 2 ഇപ്പൊക്കെ കെട്ടിയിട്ടുണ്ടാവും. നിങ്ങളോട് ഓലെ ചരിത്രം പറയാനല്ലേ പറഞ്ഞത്. എങ്ങനെയാണ് നമുക്ക് ആ കല്യാണം വന്നത്? കല്യാണം ഓല് ഇവിടെ വന്ന് ഒരു ബ്രോക്കർ വന്നുകൊണ്ട് കണ്ടു. അപ്പൊ ഇവിടുത്തെ പോയി നോക്കിയപ്പോ കുഴപ്പമില്ല. അത്യാവശ്യം ഓട്ടോറിക്ഷ ഉണ്ട്. ഏട്ടൻ ഒരു കമ്പനി പണിയാണ്. തിരക്കില്ലാന്ന് തോന്നി. അതില് പിന്നെ ഓല് ഇവിടെ വന്ന് കണ്ടു. ഇവിടുന്ന് അവിടെ പോയി കണ്ട്
മൈസൂർക്ക് കിട്ടോ പിന്നെ ആലോചിച്ച് നോക്കണം. ഇവിടെ കുറെ സ്ത്രീധനം കൊടുത്തത് എങ്ങനെ 50,000 സ്ത്രീധനം കൊടുത്തു 5 പവനും. അപ്പൊ അങ്ങനെയാണ് ഉമ്മാന്റെ കല്യാണം കഴിഞ്ഞത്. അന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉമ്മ പറഞ്ഞു തന്ന അതായത് ഞങ്ങൾ ഈ ചാത്തമുണ്ട ഏരിയ തന്നെ ഏകദേശം 10-13 ആൾക്കാർ ഇതേപോലെ മൈസൂർ കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ നാട്ടില് എല്ലായിടത്തും മൈസൂർ കല്യാണമാണ്. അതായത് ഇവിടെ ഒന്നും ചെക്കന്മാരെ കിട്ടാത്തോണ്ടാണ് മൈസൂർക്ക് പോയിട്ട് അല്ല കല്യാണം അങ്ങനെയല്ല, ഇവിടെ ഉള്ളവർക്ക് നല്ലോണം പൈസ വേണം. 50,000 ഉറുപ്പ്യ 5-10 എന്നിട്ട് പിന്നെ മൈസൂർക്ക് 50,000 കൊടുത്തിട്ടല്ലേ. പിന്നെ പവൻ കുറയും. അന്ന് എത്ര പവൻ കൊടുത്തു? 10-20 പവനൊക്കെ ചോദിച്ചാണ് വെള്ളവർക്ക്. അപ്പൊ പിന്നെ ഓല് ചോദിച്ചപ്പോ 5 പവനും 50,000 ഉറുപ്പ്യം ചോദിച്ചു. അപ്പൊ എന്റെ കുട്ടീനെ കൊണ്ട് കെട്ടിച്ചെന്നില്ല, 2 കൊല്ലം കഴിഞ്ഞിട്ട് അമ്മ ഞാൻ കെട്ടണുള്ളൂ പറഞ്ഞു കൊടുക്കേനെ. ഓനെ കൊണ്ട് ഉമ്മാൻ എത്ര വയസ്സിൽ കെട്ടിച്ചേ? ഉമ്മാനെ 17-ആം വയസ്സിൽ 20 മകനെ അറിയില്ലേ? 20-ലോ 21 ഇങ്ങനെ കണ്ടില്ല മാറുമോ? അങ്ങനെയാണ് ഇപ്പൊ കല്യാണം. അതെ. ഇനി അടുത്ത അതായത് question. നാട്ടിൽ തന്നെ കുറെ ആൾക്കാരുണ്ടായിന്, അതിൽ കുറെ ആൾക്കാരൊക്കെ ഒഴിവാക്കി പോയി. ഇപ്പൊ ഉമ്മാന്റെ മൈക്ക് വേറെ കുറെ ആൾക്കാരൊക്കെ ഒഴിവാക്കി പോയി. കുറച്ച് ആൾക്കാർ മാത്രം നിൽക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഹൗസ് വാമിംഗ് എപ്പോൾ? തമ്പുരാനെ അറിയാം, പടച്ചോനറിയാം. ഹൗസ് വാമിംഗ് ഒക്കെ എപ്പോന്ന്. ആദ്യം അതിന്റെ പണിയൊന്നും തുടങ്ങട്ടെ, എന്നിട്ടല്ലേ നമുക്ക് ഹൗസ് വാമിംഗ് ഒക്കെ. അതെ. അടുത്ത ക്വസ്റ്റ്യൻ ഫാമിലി ചലഞ്ച് വീഡിയോ ഇടുമോ? എങ്ങനെ ഫാമിലി ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് കൂട്ടി എങ്ങനെ ചലഞ്ച് ചലഞ്ച് ഇത് ഉദ്ദേശിച്ച മറ്റേ എന്തെങ്കിലും സാധനം ചലഞ്ച്, അതേപോലെ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്, വത്തക്കൊക്കെ തിന്നുകാണ്ടൊക്കെ നാളെ നമുക്ക് ചലഞ്ച് വീഡിയോസ് ചെയ്തില്ലേ? നമുക്ക് ചെയ്യാം. ചലഞ്ച് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അനുവിന്റെ കല്യാണം കാര്യം എന്തായി? കല്യാണ കാര്യം കെട്ടണം. അതിനാദ്യം ഓന്റെ കെട്ടണം. ഓൻ കെട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ പറ്റുള്ളൂ. ഏട്ടൻ അങ്ങനൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല ഗൈസ്. അതായത് ഞാനും കെട്ടിയിട്ട് തന്നെ അനിയൻ കെട്ടണം. അതല്ല, ആ കുട്ടി പഠിച്ചാണ്, ആ കുട്ടി പഠിച്ചട്ടെ, പഠിച്ചു കഴിയട്ടെ. അപ്പോഴത്തേന് പിന്നെ എന്തെങ്കിലും പേരയാകട്ടെ. ഒരു 5-6 കൊല്ലം കഴിയട്ടെ എന്തായാലും. പതുക്കണ്ടല്ലോ സമയം. പഠിച്ചെന്ന് ചോദിച്ചു. സെറ്റ് ആവണ്ടേ, നമ്മളൊക്കെ സെറ്റ് ആവണ്ടേ. നമ്മളെ പെര എന്ന് കഴിയുന്ന പറഞ്ഞ എന്ന് കഴിയും ചോദിച്ചാലിപ്പോ പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ നാളെ തന്നെ അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. പൈസന്റെ പ്രശ്നം മാത്രമല്ലേ പൈസ നമുക്ക് ലൈന് പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ ലൈൻ ശരിയാവും. പൈസ ഉണ്ടെങ്കിൽ ഒന്നും ലൈൻ ശരിയാവൂല, അറിയില്ലേ? ആ സ്ഥലക്കാരാണ് നമുക്ക് സ്ഥലം തരാത്തത്. പക്ഷേങ്കിൽ പ്രശ്നം എന്താ അറിയോ? തൊട്ടപ്പുറത്തെ ആൾക്കാര് ഒരു സ്റ്റേ വയറ് വള്ളിയില്ലേ, അതായത് ഒരു വള്ളി കെട്ടാനുള്ള സ്ഥലം നിന്ന് കഴിഞ്ഞാല് നമുക്കൊരു പ്രശ്നമല്ല, നമ്മളെ പെരപ്പണി എപ്പോഴേ ശരിയായി എന്ന് വെച്ച് കഴിഞ്ഞാല്. പക്ഷേങ്കിൽ ഓൾക്ക് ഇത് കഴിയൂല. നമ്മൾ ഇഷ്ടം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചോദിച്ചു നോക്കി. ഇമ്മമ്മ പോയിട്ട് കരഞ്ഞു വരെ ചോദിച്ചു നോക്കി, ഓൾക്ക് അത് തരാൻ താല്പര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ആളുകൾ നിവർത്തി നമ്മളെ പേരിന്റെ മുകളിൽ കൂടെ തന്നെ ലൈന് പോണത്. അത് നമ്മൾ ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എടുത്ത് അന്ന് തൊട്ട് കുടുങ്ങി, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മോന് കാക്കാന്റെ കല്യാണം എന്നാണ്? ആദ്യം എന്താണ് പെരപ്പണി കഴിഞ്ഞിട്ട് പെരപ്പണി കഴിഞ്ഞിട്ട് നമ്മളെ കല്യാണം കുടിയിരിപ്പും കല്യാണം കൂടി ഉണ്ടാക്കാം നമുക്ക്. അത് വേണ്ടല്ലോ, കുടിയിരിപ്പ് വേറെ കല്യാണം വേറെ, കുടിയിരിപ്പ് കഴിഞ്ഞാണ്ട് കല്യാണം ഉണ്ടാക്കാം. ഏകദേശം തീരുമാനം. ഉമ്മമ്മാന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കി പ്ലീസ്, ഒരു കാർ വാങ്ങി. കാറ് വാങ്ങി ഇൻഷാ അല്ലാഹ് ഒരു 5-6 കൊല്ലം കഴിയട്ടെ. അല്ലേ അമ്മമ്മ? കാറ് വാങ്ങിയാ പിന്നെ നമ്മള് റോട്ട് നിർത്തണം, ഇവിടേക്ക് പറ്റൂല. അതാണ് മെയിൻ പേരയുടെ നേരെയായിട്ട് നമുക്ക് കാറും വാങ്ങാം, അതല്ലേ നല്ലത്. ഇൻഷാ അല്ലാഹ് വണ്ടി ഒരു ബൈക്ക് വാങ്ങണെങ്കിൽ പിന്നെ നമുക്ക് 2 ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പോയിക്കൂടെ കൊറേ. ഇനിയിപ്പോ ബൈക്ക് വാങ്ങിയിട്ട് കാര്യമില്ല, ബൈക്ക് ഇങ്ങനെ പോണത് ആവും കാര്യാണ്. 2 വണ്ടി ഇങ്ങനെ പോകണ്ടേ. ഇനിയിപ്പോ നമുക്ക് കാറ് വാങ്ങാൻ പിന്നെ നമ്മൾ റോട്ടുമ്പോ ആരോടേലും ഞാൻ പിന്നെ വിലയോട് ആരോടും ചോദിച്ചേക്കേണ്ടി വരും. അവക്കാക്കാനോട് അവിടെ സമ്മതിക്കാരും ചോദിച്ചു നോക്കിയാൽ. വണ്ടി ആയിട്ടില്ലല്ലോ, വണ്ടി അല്ല നമ്മള് വണ്ടി സ്ഥലമില്ലാണ്ട് വാങ്ങാതെക്കണ്ട. ആഗ്രഹത്തിന് കമ്മിയൊന്നുമില്ല, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അടുത്ത ക്വസ്റ്റ്യന്, ലിമുവിന് ഇനി ലൈഫിൽ ഒരിക്കലും പറക്കാൻ കഴിയില്ല. അതൊരു പാവം തന്നെയാണ്, പറ്റൂല. പാവാണ് കേട്ടോ, പാവം പറഞ്ഞു നോക്കണോ. പക്ഷെ നിലത്തേക്ക് നമ്മുടെ ഈ കൈന്റെ ഇതില്ലേ, കൈന്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സാധനം ഇങ്ങോട്ടുള്ളത് അതിന്റെ ചിറകാണെന്ന് വിചാരിച്ചോളൂ നിങ്ങള്. ഈ ചിറക് ഇവിടുന്നാണ് പോയി, എല്ല് മാത്രം ഇങ്ങോട്ട് ഇതായി കിടക്കാം. അന്നത്തെ ഉണ്ടല്ലോ ഒരാളെ തോളുന്ന് ഒരാളെ തോളുക്ക്, ഒരാളെ തലീന്ന് ഒരാളെ തലീക്ക്, അങ്ങനെ മുറിവ് പറ്റിയ ടൈം ഉണ്ടല്ലോ, ആരോടും മിണ്ടൂല, ഒരു പേടിച്ച് ഇങ്ങനെ ഇറങ്ങി നിൽക്കൂല, അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ആള് ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ പറക്കാൻ പറ്റാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പാറാൻ പറ്റാന്നുണ്ടെങ്കിൽ ഓള് ഇതൊക്കെ പാറി കളിച്ചാണെങ്കിൽ മോളെ പാറാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത്
യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ചേഞ്ചുകൾ എന്തൊക്കെയാണ്? ആദ്യം ഓരോരുത്തരോട് ചോദിച്ചാം. ആദ്യം അനുവിന്റെ ചേഞ്ച് എന്താണ്? എന്റെ ചേഞ്ച് അറിയുമ്പോ കുറച്ച് ഇതുണ്ട്, അതായത് കുറച്ചെല്ലാം ഒരു വില ഉണ്ടായി. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാ ഏതോ അതാണ്. മറ്റേത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വന്നാണ്ട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ മറ്റേ ഹോസ്റ്റൽ ഫാമിലി അല്ലേ എന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. പിന്നെ അങ്ങനത്തെ ചെക്കന്മാരുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ഒരു വില ഉണ്ട്. എവിടെ ചെന്നാലും എല്ലാരും ഉമ്മമാനെ കാണാന്ന് പറയാണ്ട് ടാറ്റ വന്നിട്ടും ഉമ്മമാനെ വലിയ കാര്യമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഉമ്മമാന്റെ പിന്നെ കുറെ ആൾക്കാർ നമ്മളെ അറിയണോണ്ട് കുറെ ആൾക്കാർ നമ്മളെ വീട്ടിലേക്ക് വന്നു, കുറെ സാധനങ്ങൾ തന്നു, കുറെ ഡ്രസ്സുകൾ തന്നു. ഡെയിലി പോയാലും ഫസൽ ഫാമിലി ആളല്ലേ എന്ന് വെച്ചുകൊണ്ട് ഞങ്ങളൊപ്പം വരും, ഫോട്ടോ എടുക്കും, വർത്താനം പറയും. ഇന്നലെയും വന്നു. കുറെ ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാരും നമ്മളെ പല സാധനങ്ങളും ഞങ്ങൾക്ക് കൊണ്ടു തരുന്നുണ്ട്. അതെ, അതൊക്കെയാണ് ഇപ്പൊ ഉണ്ടായ മാറ്റങ്ങള്. ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ മാതിരി തന്നെ ആൾക്കാര്, ചില ആൾക്കാര് നമ്മളെ തിരിച്ചറിയും. പിന്നെ ഒന്നല്ലെങ്കിൽ ഓമാണ് എന്റെ ഒപ്പം, അല്ലാതെ ഇമ്മാണ് എന്റെ ഒപ്പം, അല്ലാന്നുണ്ടെങ്കിൽ ഇമ്മമാണ് എന്റെ ഒപ്പം. ഇല്ലെങ്കിൽ ആർക്കും അറിയില്ല. ഇന്നങ്ങനെ അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയില്ല. ഒന്നല്ലെങ്കിൽ അനിയനെ എവിടെ ആയാലും സ്പോട്ട് ചെയ്യും. കാരണം എന്താ പറയാ, ഇങ്ങനെ വെളുത്ത് നിക്കണ ഒപ്പം മാത്രമേ ഉള്ളൂ. അതായത് അപ്പൊ അങ്ങനെ സ്പോട്ട് ചെയ്യും. പിന്നെ ഇമ്മമാന്റെ ഈ പല്ല് കണ്ടാൽ ഇമ്മമാരെ മുഖം കണ്ടാൽ, പിന്നെ ഇമ്മാന്റെ ഈ ചിരി കണ്ടാലും വേഗം സ്പോട്ട് ചെയ്യും. പക്ഷെ ഇന്നെ അങ്ങനെ സ്പോട്ട് ചെയ്യല്. ഇന്റെ ഇപ്പൊ ഇതിൽ ആരെങ്കിലും ഒരാളുണ്ടെന്നെങ്കിൽ ഇന്നെ സ്പോട്ട് ചെയ്യൂ. ആണോ? ഇന്ന അതായത് പെട്ടെന്ന് തിരിച്ചറിയുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഓൾറെഡി ഇങ്ങനെ അധികം ആരോടും മിണ്ടാത്ത ആളാണ്. അതായത് മറ്റേതാണ് ഇൻട്രോവേറ്റർ സംഭവം, അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്നിട്ട് ആരെങ്കിലും ഇന്നെ കണ്ടാൽ തന്നെ എനിക്ക് പേടി. കാരണം ചിലപ്പോ ഞാൻ അവിടുന്ന് മിന്നും, അങ്ങനത്തെ ഒരു രീതിയാണ്. പക്ഷെ എന്താ പറയാ, ചില ആൾക്കാരൊക്കെ തിരിച്ചറിയും. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരിക്കണം. ഇന്നലെ നമ്മൾ ഇടക്കരന്നപ്പോ ഒരു കുട്ടി കാക്കാനെ വിളിച്ചു ഒരു കാക്ക ഇന്നലെ ഇന്നൊരു പെൺകുട്ടി വന്നിട്ട് എന്നോട് സലാമല്ലേ കയ്യൊന്നു. വളരെ സന്തോഷം. ഈ കാക്കാന്റെ ഫാനാണ് പറഞ്ഞിട്ട് കൈ കൊടുക്കണുണ്ട് ഞങ്ങളെ. കാക്ക ഞാൻ നിങ്ങളെ ഫാനാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, വല്യമ്മക്കട് പകച്ചു പോയി. അതൊന്നുമില്ല, സന്തോഷമുള്ളൂ. സന്തോഷം മാത്രം. അടുത്ത ക്വസ്റ്റ്യന്, അനു മോനിട്ടൻ കമ്മിറ്റഡ് അല്ലേ, അതുകൊണ്ട് ലവ് സ്റ്റോറി പറയുമോ? ലവ് സ്റ്റോറി ഒക്കെ പിന്നെ ഇതിപ്പോ പറയാന്ന് കഴിഞ്ഞാണല്ലോ, അതൊക്കെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ടൈമിൽ പെണ്ണും ചെക്കനൊക്കെ ഒരുമിച്ചിരുന്ന് പറയേണ്ട കാര്യം അതല്ലേ നല്ലത്. മറ്റേ കൊറേ ഉണ്ടാവും, ലെങ്തി ആയിട്ടുണ്ടാവും. എന്തായാലും ഉണ്ടൊക്കെ പറഞ്ഞുതരും. പിന്നെ അതേപോലെ തന്നെ ഓൻ കമ്മിറ്റഡ് ആണ്, ഞാൻ കമ്മിറ്റഡ് അല്ല അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ കമ്മിറ്റഡ് അല്ലേ? ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ അന്ന് ഇന്റർവ്യൂല് പറഞ്ഞ കമ്മിറ്റഡ് ആണ് ഗൈസ്, ഇപ്പൊ കമ്മിറ്റഡ് അല്ല. അതെ, തേച്ചു ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ നമുക്ക് സങ്കടാവും. എനിക്കെന്ത് സങ്കടം? നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? കഴിഞ്ഞോട്ടോ ക്വസ്റ്റ്യൻ. കഴിഞ്ഞോ? 22 ക്വസ്റ്റ്യൻ പറഞ്ഞു. ഉപ്പടയാട്ടമുണ്ട്. അതായത് ഞങ്ങളെ സ്ഥലം എവിടെയെന്ന് കുറെ ആൾക്കാർ ചോദിക്കണേ. ഞങ്ങളെ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ അതേപോലെ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ വിളിച്ചൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങള് വരട്ടെ ഇങ്ങോട്ടൊക്കെ. നിങ്ങൾ പോന്നോളി. നമ്മളെ സ്ഥലം വരുന്നത് നിലമ്പൂര്, അതായത് മലപ്പുറം നിലമ്പൂര് പോത്തുകല്ല് എന്ന് പറയും. പോത്തുകല്ലിക്ക് എത്തണ്ട, അതിന് മുമ്പ് ഉപ്പട ഇറങ്ങിയ സ്ഥലമുണ്ട്, ഉപ്പട ചാത്തമുണ്ട. അവിടെ നാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ ചാത്തമുണ്ട വന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിറങ്ങുന്ന കുറച്ച് ആൾക്കാർ അറിയാൻ ചോദിച്ചാൽ മതി. ഞങ്ങൾ തന്നെ ഉള്ളു ഇവിടെ, വേറെ ആരും ഇല്ല. അല്ലെങ്കിൽ ഫസൽ ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ അറിയും. ഏതോ നമ്മളെ ചാത്തമുണ്ടക്കാർക്കൊന്നും ഫസൽ ഫാമിലി പറഞ്ഞാൽ അറിയില്ല. അതൊക്കെ ബാക്കിയുള്ളവർക്ക് അറിയുള്ളൂ. യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് എടുക്കുന്ന കുട്ടികളൊക്കെ അറിയോ ചോദിച്ചാൽ മതി, അപ്പോൾ പറഞ്ഞുതരും. പിന്നെ നിങ്ങൾ വരുന്നതിന് മുമ്പ് പറയണം കേട്ടോ, മുൻകൂട്ടി അറിയിച്ചണം. അല്ലാതെ ചിലപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നാള് പാർക്കേ വന്നാട് പെരുന്നാക്കിട്ട് 2 ചെക്കന്മാര് വന്നു. ഒന്ന് ഞങ്ങളിവിടെ ഇല്ലായി, ഞങ്ങൾ അപ്പാപ്പാന്റെ കൂടെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ്ട് തിരിച്ചു പോകാൻ നിൽക്കുന്ന ടൈമിലാണ് പിന്നെ ഇവിടെ നാട്ടുകാരൊക്കെ ചോദിച്ചൊരു നമ്പർ വാങ്ങി വിളിച്ച അപ്പാപ്പാനോട്. പിന്നെ അങ്ങനെയാണ് കിട്ടിയത്. അങ്ങനെയൊക്കെയാണ് നമ്മളെ സ്ഥലങ്ങളൊക്കെ വരുന്നത്. അതെ. അപ്പൊ കുറെ കാലത്തിന് ശേഷം ഇപ്പൊ ഏകദേശം കുറച്ച് ആയി കാണില്ല, 6 മാസം ആയി കാണില്ല. ഇപ്പൊ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇരുന്നിട്ട് 4 മാസം അവിടെ അല്ല. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതേപോലെ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അപ്പൊ ആദ്യമായിട്ടാണ് ചെയ്തത്. അതെ.
അപ്പൊ guys, സംഭവങ്ങൾ ഇതാണ് നമ്മൾ ഇന്നത്തെ Q&A. അപ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ അതിന്റെ അപ്പുറത്തില്ല ബെൽ ബട്ടൺ കൂടി അമർത്തണ്ട. കാരണം എന്താ share ചെയ്തോളി. അതെ, നമ്മളുടെ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ലൈ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ ഈ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂല. അപ്പൊ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യല്ലേ വല്യമ്മ? അതെ ഗൈസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കണം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ടാറ്റ ടാറ്റ ടാറ്റ. ടാറ്റാ.